എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റും ഗ്രേവിയുമുള്ള ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രാവിലെയാണ് കറി വെക്കുന്നതെങ്കിൽ ഇത് തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് വയ്ക്കണം. 3/4 കപ്പ് ഗ്രീൻ പീസ് കുതിർത്തതാണിത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് മുറിച്ച് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുറിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. 3/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. ഇതൊരു പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഈ സമയത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള ബാക്കി കൂട്ടുകൾ തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് ഇവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിലും കൂടുതൽ ഗരം മസാല ഇവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഗരം മസാല, പെരിഞ്ചീരകം, ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട ഇത്രയും സാധനങ്ങൾ മാത്രമായിട്ട് പൊടിച്ചെടുത്തതാണ്. പൊടിയൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അണ്ടിപ്പരിപ്പ് ചേർത്താൽ കുറച്ചുകൂടെ കൊഴുപ്പും ടേസ്റ്റും കിട്ടും. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. 2 പിടി തേങ്ങ ചിരകിയത് കാണും. ഇവയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഒരു മിക്സിയിൽ തേങ്ങ ചിരകിയതും വഴറ്റിയെടുത്ത കൂട്ടും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ച കൂട്ട് 5 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. മിക്സിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഒക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഈ സമയമായപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കറി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അപ്പത്തിന് വളരെ നല്ല ഒരു കോമ്പിനേഷനാണ്. ചപ്പാത്തിക്ക് വേണ്ടിയാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ വേണമെങ്കിൽ തേങ്ങയും അണ്ടിപ്പരിപ്പും ഒഴിവാക്കിയിട്ട് കറി ഉണ്ടാക്കിയെടുക്കാം. ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ തിളപ്പിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടെ തിളപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതും കൂടി ആ സമയത്ത് വഴറ്റിയെടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.